വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. ആശുപത്രിയിൽ കരൾ രോഗം മൂർച്ഛിച്ചു കിടന്ന ബാലയെ കാണാൻ മകൾ അവന്തിക എത്തിയ വാർത്ത ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മരണത്തിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയ ശേഷം തിരികെ ജീവിതത്തിലേക്ക് വന്ന ബാലയ്ക്ക് ഒരു വർഷം മുമ്പായിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. മുൻ ഭാര്യ അമൃത സുരേഷ് മകളെ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ്. ഒരു സമയം വരെ ബാലയ്ക്ക് മകളെ കാണാൻ അനുവാദം കോടതി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അതും അവസാനിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ ബാലയും അമൃതയും തമ്മിലുള്ള വേർപിരിയൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ പിന്നെ സജീവമായി. ഇപ്പോൾ ബാലയ്ക്കെതിരെ നടക്കുന്ന വെളിപ്പെടുത്തലുമായി മകൾ പാപ്പു എന്ന അവന്തിക നടത്തിയിരിക്കുകയാണ്. മദ്യപിച്ച് വീട്ടിലെത്തുന്ന അച്ഛൻ തന്നെയും അമ്മയെ ഉപദ്രവിക്കാറുണ്ടെന്നും അച്ഛനെ തനിക്കിനി കാണേണ്ട എന്ന തരത്തിലാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. എന്റെ കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ എനിക്കിതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെൻസിറ്റീവായ വിഷയമാണ്. പക്ഷെ എനിക്ക് മടുത്തു. എനിക്ക് എന്റെ അമ്മയും മുഴുവൻ കുടുംബവും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് എനിക്ക് മടുത്തു. എന്റെ കുടുംബം അങ്ങനെ തളർന്നിരിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അത് കാണുമ്പോൾ എനിക്കും സങ്കടമാണ്. എന്നെയും ഇത് ബാധിക്കുന്നുണ്ട്. സ്കൂളിൽ പോകുമ്പോഴും യൂട്യൂബിൽ നോക്കുമ്പോഴും എന്നെയും എന്റെ അമ്മയും പറ്റി വ്യാജ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ വരെ ചോദിക്കും, അവർ പറയുന്നത് സത്യമാണോ, ഇവർ പറയുന്നത് സത്യമാണോ എന്നൊക്കെ. എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. സോഷ്യൽ മീഡിയയിൽ പല വ്യാജ വാർത്തകളും നൽകുകയാണ്. എന്റെ അമ്മ മോശക്കാരിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും സത്യമല്ല. ശരിക്കും ഈ വിഷയം തുടങ്ങുന്നത് എന്റെ അച്ഛനിൽ നിന്നാണ്. അച്ഛൻ കുറെ അഭിമുഖങ്ങൾ നൽകുകയും വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കാണാത്തതിൽ വിഷമമുണ്ട്. എനിക്ക് സമ്മാനങ്ങൾ അയക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നുപോലും സത്യമല്ല. എന്റെ അച്ഛനെ സ്നേഹിക്കാൻ എനിക്ക് ഒരു കാരണം പോലുമില്ല. അത്രയും എന്നെ എന്റെ അമ്മയെയും അമ്മാമ്മയെയും ആന്റിയെയും മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ പോലും അച്ഛൻ മദ്യപിച്ച് വീട്ടിൽ വന്ന അമ്മയെ തല്ലുമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാകും. ഒരു കാരണവുമില്ലാതെയാണ് മദ്യപിച്ച് അമ്മയെ തല്ലിക്കൊണ്ടിരുന്നത്. ഞാൻ കുഞ്ഞല്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ അമ്മയും കുടുംബവും എന്നെ നന്നായി നോക്കുന്നുണ്ട്. എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നെ നന്നായി സ്നേഹിക്കുന്ന കുടുംബമാണ്. അച്ഛൻ പല ഇന്റർവ്യൂകളിലും അമ്മയെ കുറിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ വ്യാജമാണ്. അച്ഛൻ അമ്മയെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെയും അമ്മയെയും മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മദ്യപിച്ചു വന്ന ഒരു ചില്ലുകുപ്പി എന്റെ മുഖത്തേക്ക് എറിയാൻ ശ്രമിച്ചു. അപ്പോൾ അമ്മ ഇല്ലായിരുന്നെങ്കിൽ അതെന്റെ തലയിൽ തട്ടുമായിരുന്നു. അമ്മ കൈവച്ച് തടഞ്ഞത് കൊണ്ടാണ് എനിക്കൊന്നും സംഭവിക്കാതിരുന്നത്. അത്രയും ശാരീരികമായും മാനസികമായും എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞു. ഒരു തവണ കോടതിയിൽ നിന്ന് എന്നെ ബലം പ്രയോഗിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഒരു മുറിയിൽ എന്നെ പൂട്ടിയിട്ട് ഭക്ഷണം പോലും തന്നില്ല. അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല. അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അച്ഛൻ പറയുന്നത് മുഴുവൻ നുണയാണ്. അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അച്ഛനെ കാണാൻ അവകാശമില്ലേ എന്ന്. എനിക്ക് അച്ഛന്റെ മുഖം കാണുകയോ സംസാരിക്കുകയോ വേണ്ട. എന്നെ ഇത്രയും ഇഷ്ടമാണെന്ന് പറയുന്ന ആൾ ഒരിക്കലെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു കത്തോ സമ്മാനമോ എന്തെങ്കിലും അയച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരു ഇന്റർവ്യൂവിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, വയ്യാതിരുന്നപ്പോൾ ഞാൻ അവിടെ പോയി ലാപ്ടോപ്പും കളിപ്പാട്ടങ്ങളും ആവശ്യപ്പെട്ടിരുന്നെന്ന്. ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട. ഞാൻ അവിടെ പോയത് തന്നെ അമ്മ പറഞ്ഞത് കൊണ്ടാണ്. പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എന്റെ അമ്മയെയും എന്നെയും കുടുംബത്തെയും ഒന്ന് വെറുതെ വിടും. ഞാൻ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയാണ് കഴിയുന്നത്. എനിക്ക് നിങ്ങളുടെ സ്നേഹമോ സഹായമോ ഒന്നും വേണ്ട. അതൊരിക്കലും കാണിച്ചിട്ടുമില്ല. ഒന്ന് വെറുതെ വിട്ടാൽ മതി. ഇതിലും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ അമ്മ എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. എന്നാൽ എന്റെ അമ്മ ഇവിടെയില്ല. ഇങ്ങനെ ഒരു വീഡിയോ അമ്മ തന്നെ ഇടണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതാണ്. എന്നാൽ അമ്മയ്ക്ക് എന്നെ കേസിലേക്കോ ഇങ്ങനെ ഒരു വിഷയത്തിലേക്കോ വലിച്ചിടാൻ താല്പര്യമില്ല. എനിക്കും അടുത്തു. ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. എന്റെ അമ്മയും കുടുംബവും കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അച്ഛൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മാമ്മ പറയാറ് അച്ഛനെ കുറിച്ച് മോശമായിട്ടൊന്നും വിചാരിക്കരുത്, അച്ഛനു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമെന്നൊക്കെയാണ്. അത്രയും നല്ല ആളുകളാണ് എന്റെ കുടുംബത്തിലുള്ളത്. ഈ വ്യാജ ആരോപണങ്ങൾ നിർത്തും. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു വീഡിയോയിൽ പറഞ്ഞത്.